ആരോഗ്യ വകുപ്പ് മന്ത്രിയെ മലപ്പുറം ജില്ലയിൽ വഴിതടയുന്നതുൾപ്പെടെയുള്ള വലിയ അർത്ഥത്തിലുള്ള ഗൗരവകരമായിട്ടുള്ള സമരങ്ങളിലേക്ക് വിദ്യാർത്ഥി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സമരം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ ഒരു സമരത്തെ രാഷ്ട്രീയ സംഘടനകളും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമ്മളോടൊപ്പം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉമ്മർ തങ്ങളും മറ്റു ഭാരവാഹികളും കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യം നിങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ. എങ്ങനെയാണ് തുടർന്നുള്ള സമര പരിപാടികൾ? മലപ്പുറത്തെ ജനതയുടെ ചിരകാല അഭിലാഷമായിരുന്നു ജില്ലക്കൊരു മെഡിക്കൽ കോളേജ് എന്നുള്ളത്. കാലങ്ങളായി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു ജില്ല എന്നുള്ള അർത്ഥത്തിൽ ഈ ജില്ലയിലെ ജനതയ്ക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെട്ടതിന് ശേഷം ഭരണകൂട വിവേചനത്തിന്റെ ഇരകളായിക്കൊണ്ട് ഈ മനുഷ്യർ മുന്നോട്ട് പോകുന്ന ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഒക്കെ വലിയ അർത്ഥത്തിലുള്ള കെടുകാര്യസ്ഥതയുടെ ഇരകളായിക്കൊണ്ട് ഈ മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ ഈ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ നഴ്സിംഗ് കോളേജിൻ്റെ ഒരു പുതിയ കോളേജ് കെട്ടിടവും അതുപോലെ തന്നെ ഹോസ്റ്റൽ സംവിധാനങ്ങളും അനുവദിക്കുന്നതിന് വേണ്ടി, അത് നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്ന് കോടിക്കണക്കിന് വരുന്ന രൂപയുടെ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിന് ഭൂമി കണ്ടെത്തുന്ന കാര്യത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ സംവിധാനങ്ങളാണ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്, അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യ സർവകലാശാലയുടെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, DMO, കലക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നിരന്തരമായി ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കോളേജിന്റെ അധികാരികളും അതുമായി ബന്ധപ്പെട്ട പരാതികളും അവരുടെ പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ മലപ്പുറത്തെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ 15 ലക്ഷം മനുഷ്യർ മാത്രം അധിവസിക്കുന്ന പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. 2016 അനുവദിക്കപ്പെട്ട ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഈ 2 മെഡിക്കൽ കോളേജുകളെയും ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ മെഡിക്കൽ കോളേജിലുമുള്ള അവിടെയുള്ള സംവിധാനങ്ങളെ പരസ്പരം ഒന്ന് തുലനം ചെയ്ത് നോക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകണമെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ അവകാശ നിഷേധവും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ DMO ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഗരാവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ മലപ്പുറം ജില്ലയിൽ വഴിതടയുന്നതുൾപ്പെടെയുള്ള വലിയ അർത്ഥത്തിലുള്ള ഗൗരവകരമായിട്ടുള്ള സമരങ്ങളിലേക്ക് വിദ്യാർത്ഥി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ സാന്ദർഭികമായി അറിയിക്കുകയാണ്. 2013 മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരുപാട് പ്രയാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, സ്വന്തമായിട്ടൊരു ഹോസ്റ്റൽ കെട്ടിടം സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ആദ്യ വർഷങ്ങളിലൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ വരുന്ന കുട്ടികളൊക്കെ പുറത്ത് വാടകയ്ക്ക് ഹോസ്റ്റൽ എടുത്തുകൊണ്ടാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് ഹോസ്റ്റൽ കെട്ടിടവും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ 4 വർഷം മുന്നേ പ്രഖ്യാപിച്ച ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അക്കാഡമിക് ബ്ലോക്ക് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി അനുവദിച്ചിട്ടുള്ള അക്കാഡമിക് ബ്ലോക്കിലും അതിലുള്ള ക്ലാസ് റൂമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഈ നഴ്സിംഗ് കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മൾ MBBSന് പഠിക്കുന്ന തന്നെ 4 വർഷത്തെ കുട്ടികളും അതുപോലെ തന്നെ ഈ നഴ്സിംഗിന്റെ കുട്ടികളും എല്ലാവരും കൂടെ ക്ലാസ് റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, നിലവിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ താമസിച്ചു കൊണ്ടിരിക്കുന്നതും ഇതേ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിലാണ്. അപ്പൊ അതിൽ തന്നെ അവർ ഒരുപാട് തിങ്ങി നിറഞ്ഞുകൊണ്ട് ഒരു റൂമിൽ തന്നെ 6 പേരൊക്കെ അടങ്ങിക്കൊണ്ടാണ് നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിൽ തന്നെ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പുറത്ത് ഇതേപോലെ തന്നെ വാടക കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്റ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ വിദ്യാഭ്യാസം നേടുവാനുള്ള സംവിധാനമാണ്.
ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെയാണ് നമ്മുടെ തന്നെ വിദ്യാർത്ഥികൾ വല്ല പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലും പഠിക്കുന്നത് പോലെ പുറത്ത് വാടക കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എപ്പോഴും ഒരു പേപ്പർ വർക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതികത്വങ്ങളാണ് എപ്പോഴും അധികൃതർ പറയാറുള്ളത്. നമുക്കറിയാം ഇനി അടുത്ത വർഷം കൂടി ഒരു നഴ്സിംഗ് ബാച്ച് ഇവിടെ വരുന്നതോടുകൂടി ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായിരിക്കും അക്കാദമിക രംഗത്തും കുട്ടികളുടെ താമസവുമായി ബന്ധപ്പെട്ടും വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റും അതുപോലെ തന്നെ മെഡിക്കൽ ഫ്രട്ടേൺസും ഈ വിഷയം ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സമരത്തിന് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിയും മറ്റ് അധികൃതരുമായിട്ട് നേരിട്ട് ചർച്ച നടത്താനൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പുരോഗതികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിക്കുമെന്ന് കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.